നമസ്കാരം. പ്രതിബിംബം വാർത്തകളിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ലെബനൻ സംഘർഷം പുതിയൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും വലിയ കേന്ദ്രീകൃത ആക്രമണത്തിന്റെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത്. പ്രധാന വിവരങ്ങൾ താഴെ പറയുന്നവയാണ്. ബെയ്റൂട്ട്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ജനവാസ മേഖലകളിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇസ്രായേൽ മിസൈൽ വർഷം നടത്തി. 250-ലധികം പേർ കൊല്ലപ്പെടുകയും 1100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് പ്രാഥമിക വിവരം. തെക്കൻ ലെബനൻ. വെറും 10 മിനിറ്റിനുള്ളിൽ 100-ലധികം പോർ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ ഇവിടെ ആക്രമണം നടത്തിയത്. ഗ്രാമങ്ങളിൽ വൻ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ജനങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്യുകയും ചെയ്യുന്നു. കിഴക്കൻ ബെക്ക താഴ്വര. 6 മണിക്കൂർ നീണ്ടുനിന്ന വ്യോമ ആക്രമണമാണ് ഇവിടെ നടന്നത്. ലെബനനിൽ ഇതുവരെ 10 ലക്ഷത്തോളം ആളുകൾ പലായനം ചെയ്തതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഹിസ്ബുള്ളയുടെ പ്രതികരണം. തങ്ങളുടെ 40 പോരാളികൾ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അധിനിവേശത്തെ ചെറുക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നും രക്തസാക്ഷികളുടെ ചോര വെറുതെയാകില്ല എന്നുമാണ് ഹിസ്ബുള്ളയുടെ നിലപാട്. അന്താരാഷ്ട്ര സാഹചര്യം. US-ഇറാൻ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന അതേ ദിവസം തന്നെയാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയത് എന്നത് ശ്രദ്ധേയമാണ്. ഈ ആക്രമണത്തെ പുതിയ കൂട്ടക്കുരുതി എന്നാണ് ലെബനൻ പ്രസിഡന്റ് വിശേഷിപ്പിച്ചത്. ലെബനൻ ഗവൺമെന്റ് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വെടിനിർത്തൽ ലെബനനിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി പ്രതിബിംബം ചാനൽ സബ്സ്ക്രൈബ്